അക്യൂപങ്ക്ചർ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, യുനാനി തുടങ്ങിയ ഒരുപാട് അശാസ്ത്രീയ ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ട് അല്ലെ. എന്റെ വീഡിയോ കാണുന്നവരിൽ പലരും ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളെ ഒരു തവണയെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അശാസ്ത്രീയമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപകടകാരികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അക്യൂപങ്ക്ചറിസ്റ്റുകളെയാണ്. ഇവര് ക്യാൻസർ പോലും ചികിത്സിച്ച് കളയും. വീട്ടിൽ വെച്ച് മാത്രമേ പ്രസവിക്കാവൂ എന്ന് ഇവർക്ക് നിർബന്ധമാണ്. ഞാൻ ഇപ്പൊ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടർ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് ഡെന്റിസ്റ്റ് ആണ്. ഡെന്റിസ്റ്റ് മാത്രമല്ല, മെഡിക്കൽ റിസർച്ചിലും ക്യാൻസർ റിസർച്ചിലും ഒക്കെ അത്യാവശ്യം പഠനങ്ങൾ നടത്തി നല്ല നോളജുള്ള ഒരാളും കൂടിയാണ്. ഇവരെന്നെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു റീല് കണ്ടു. റീല് ചെയ്തത് മറ്റാരുമല്ല, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അഖിൽ വിദ്യാധർ ആണ്. ആളെ മനസ്സിലായില്ലേ? നമ്മുടെ ഗ്രീഷ്മ ബോസിന്റെ ഭർത്താവ്. ഈ ഗ്രീഷ്മയും അഖിലും കൂടെ ഒരു അക്യൂപങ്ക്ചർ ക്ലിനിക്കിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ ഡോക്ടർ എന്നെ വിളിക്കുന്നത്. കേവലം ഈ വീഡിയോ കണ്ട മാത്രമല്ല കേട്ടോ അവരെന്നെ വിളിച്ചത്, അതിന് വേറെ കാരണവുമുണ്ട്, ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് അഖിലും ഗ്രീഷ്മയും ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഹലോ, കഴിഞ്ഞ 8 മാസമായി സ്ഥിരമായി ബാഡ്മിന്റൺ കളിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ജിമ്മിൽ വെറുതെ കാണിച്ചൊരു കുന്തളപ്പിന്റെ പേരിൽ കൈക്ക് ഇഞ്ചറിയും പറ്റി ഒരുപാട് ദിവസം എനിക്ക് കളിക്കാതിരിക്കേണ്ടി വന്നു. വേദന ഒട്ടും മാറാതായപ്പോൾ ഗ്രീഷ്മയുടെ ഫ്രണ്ട് മുമ്പ് ട്രീറ്റ്മെന്റ് എടുത്തിരുന്ന ഒരു ക്ലിനിക്കിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം ഈ ഒരു ബോർഡ് അവിടെ കണ്ടതുകൊണ്ടാണ്. ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോക്ടർ. എന്റെ വേദന 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിത്തരാന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഫസ്റ്റ് ഡേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കൈയുടെ വേദന പകുതി മുക്കാലോളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വിട്ടുമാറാത്ത വേദന ഉള്ളവർക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഡീടോക്സിഫിക്കേഷനും ട്രൈക്കപ്പും ഒഴിച്ചിലും സ്റ്റീം ബാത്തും അടങ്ങുന്ന പാക്കേജിന് ഇവിടെ വെറും 1500 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റും ഇവിടെയുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ഡോക്ടേഴ്സിന്റെ സർവീസ് അവൈലബിൾ ആണ്. ഇവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. വേദന ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തേക്കും. ട്രീറ്റ്മെന്റും കഴിഞ്ഞ് 3 ദിവസം റെസ്റ്റും കഴിഞ്ഞ് ഞാൻ വീണ്ടും കളിക്കാൻ കയറിയിട്ടുണ്ട്. എനിക്കിപ്പോൾ എൽബോ സപ്പോർട്ടൊന്നും ഇല്ലാതെ സുഖമായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് ആലുവയിൽ നിന്ന് നോർത്ത് പറവൂരിലേക്ക് പോകുമ്പോൾ മന്നം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് മെഡിസിന ആയുർവേദിക് ക്ലിനിക്. കണ്ടല്ലോ, എന്തൊരു കൺവിൻസിംഗ് ആയിട്ടാണ് അഖില് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടാൽ ആരായാലും ആ ക്ലിനിക്കിൽ ഒന്ന് പോയി നോക്കും. കാരണം നമ്മളൊക്കെ ഇതുപോലെ ബാഡ്മിന്റനും ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുന്ന ആൾക്കാരാണ്. കയ്യിലും കാലിലും ഒക്കെ ഇഷ്ടംപോലെ പരിക്കും പറ്റാറുണ്ട്. ഈ ബാഡ്മിന്റൺ കളിക്കുന്ന ആൾക്കാർക്കൊക്കെ എൽബോ പെയിൻ സർവ്വസാധാരണമാണ്. ഈ വേദന ഇല്ലാതെ കളിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ പലരുടെയും സ്വപ്നമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അഖിലിന്റെ ഈ വീഡിയോ കാണുന്ന ഏതൊരാളും എന്നാൽ പിന്നെ അക്യൂപങ്ക്ചർ ക്ലിനിക്കിൽ പോയി നോക്കാമെന്ന് വിചാരിക്കുന്നത് സ്വാഭാവികമാണ്. അഖിൽ എന്താണ് പറഞ്ഞതെന്ന് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. കയ്യിന് പരിക്ക് പറ്റിയത് കാരണം ഒരുപാട് ദിവസം ബാഡ്മിന്റൺ കളിക്കാൻ പറ്റിയില്ല എന്നാണ് അഖിൽ പറഞ്ഞത് അല്ലേ. എന്നാൽ ചെറിയൊരു ഡിസ്റ്റന്റ് മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നെ വിളിച്ച ഡോക്ടർ, അവർ ഈ പറഞ്ഞ അഖിലിന്റെ കൂടെ അഖിൽ കളിക്കാൻ വരുന്ന ബാഡ്മിന്റൺ കോർട്ടിൽ സ്ഥിരമായി കളിക്കാൻ വരുന്ന ഒരാളാണ്. അഖിൽ പറയുന്നത് എനിക്ക് കുറെ ദിവസം കളിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ അക്യൂപങ്ക്ചർ ചികിത്സ നടത്തിയതിനു ശേഷമാണ് എനിക്കൊന്ന് കളിക്കാൻ കഴിഞ്ഞത് എന്നാണ് അല്ലെ. എന്നാൽ ഈ ഡോക്ടർ പറയുന്നത് ഇവൻ എല്ലാ ദിവസവും അവിടെ കളിക്കാൻ വന്നിട്ടുണ്ട് എന്നാണ്. അതായത് അഖിൽ ഈ പറയുന്ന പോലെ പരിക്കോ റെസ്റ്റോ ഒന്നും എടുക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അതായത് ആ അക്യൂപങ്ക്ചർ ക്ലിനിക്കിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാണ് അത് എന്ന് സാരം. എന്തായാലും ഇനി ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ അത് വിശ്വസിക്കണം. ആ ഡോക്ടറുമായി ഞാൻ സംസാരിച്ചതിന് ഓഡിയോ റെക്കോർഡ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യിപ്പിച്ചു തരാം. ഹലോ. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. കൈസ് ആണോ? അതെ അതെ, പറഞ്ഞോളൂ. ഓക്കെ സർ, അപ്പൊ ഞാനും എന്റെ പേര് കൊച്ചിന്നാണ് ഞാൻ. അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. അതായത് ഈ അഖിൽ എന്ന് പറയുന്ന ആള് ഞാൻ ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്ന സെയിം ബാഡ്മിന്റൺ കോർട്ടിലാണ് പോവാറ്. ആള് അതേ സ്ലോട്ടിലാണ്, നമ്മുടെ ഗ്രൂപ്പിലാണ് ആള് കളിക്കാൻ വരുന്നത്. ഞാൻ അറിയുന്ന ആളും കൂടിയാണ്. അപ്പോ ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വുഡ് നോട്ട്, ഇപ്പൊ ഞാൻ ഈ മെഡിക്കൽ ഫീൽഡ്, ഞാൻ ഡെന്റിസ്റ്റ് ആണ്. ഡെന്റിസ്റ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഐ ഓൾസോ സ്റ്റഡീഡ് in medical law, research and bioethics, and I keep upgrading. I then worked in cancer research and everything. So എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു രീതിയിലും പറ്റില്ല. ഇപ്പൊ ഹി കൺഫ്രണ്ടഡ് മീ ലേറ്റ്ലി അബൌട്ട് ഇറ്റ്. അതിലേക്ക് ഞാൻ വരാം. ഇവൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ, അതായത് ഒരു വിഷമിച്ചിരിക്കണത്, പിന്നെ ബാഡ്മിന്റൺ കളിക്കാൻ പറ്റിയില്ല, എന്നിട്ട് അത് പച്ച കള്ളമാണ്. ഇവൻ മുടങ്ങാതെ ബാഡ്മിന്റൺ കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഈ ചികിത്സയിലായ സമയത്ത് എങ്ങനെ, സോ ദിസ് സ്റ്റോറി ഈസ് മേഡ് അപ്പ് ബിക്കോസ് ഐ ഓൾസോ കോൾഡ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 1 മാസം പോയില്ല. അപ്പൊ അതേ സമയത്ത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായ വേറെ പ്ലേയേഴ്സിനെ വിളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞു മുടക്കാതെ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും ശരിക്കും കേട്ടല്ലോ, വെറും ഉടായ്പ പരിപാടിയാണ് അഖിൽ ചെയ്തതെന്ന് അർത്ഥം. പൈസക്ക് വേണ്ടി എന്ത് ഉടായ്പും ഇവനൊക്കെ പ്രൊമോട്ട് ചെയ്യും. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കി. എത്ര ആളുകൾ ഇവന്റെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആയി ഈ പറയുന്ന അക്യൂപങ്ക്ചർ ക്ലിനിക്കിൽ പോയി ചികിത്സ തേടിയിട്ടുണ്ടാകും, പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അവൻ അവിടെ പോയി ചികിത്സിച്ചിട്ടുണ്ട് എന്ന് തന്നെ വെച്ചോളൂ. പക്ഷേ ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികൾ ഇവൻ പ്രൊമോട്ട് ചെയ്യാൻ പാടുണ്ടോ? കുറച്ചൊക്കെ സാമൂഹിക പ്രതിബദ്ധത വേണ്ട നമുക്ക്. പൈസ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ എന്തും പ്രൊമോട്ട് ചെയ്യുമെന്ന് വെച്ചാൽ അതൊരിക്കലും അംഗീകരിച്ച്
തരാൻ കഴിയില്ല. ബാക്കി നോക്കാം. ഇതും അഖിലിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ഗോഷ്ടി കാണിച്ച് കാശ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇടുന്ന പോലെ അല്ല ഇത്. ഇപ്പൊ പേഷ്യൻസ് വെൻ ദേ ആർ സിക്ക് ദേ ആർ വെരി വൾണറബിൾ. അവര് വീക്ക് ആവും, നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് പേടിച്ചിട്ട്, അപ്പൊ അത് ചൂഷണം ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഇപ്പൊ എല്ലാവരും നമ്മളെ പോലെ തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കില്ല. എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇമാജിൻ, സോറി, ഇപ്പൊ കഴിഞ്ഞ ഐ ഫോളോ ദ ന്യൂസ് വെരി വെൽ. ഈ കഴിഞ്ഞ 2-3 മാസം 4 മാസം മുമ്പ് അല്ലെങ്കിൽ 6 months എത്ര കേസസാ വരുന്നത്. ഇപ്പൊ എവിടെയെങ്കിലും ഒരു മുഴ ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു സ്വെല്ലിംഗ് ഓർ സംതിങ്, അതിന്റെ മുകളിൽ മസാജ് ചെയ്യുമ്പോൾ ആ സോളിഡ് സ്വെല്ലിംഗ് എവിടേക്ക് പോകും? അപ്പൊ ദേ ആർ ആക്ച്വലി ഇൻഫ്ലിക്റ്റിംഗ് മോർ പെയിൻ ഓൺ ദ പേഷ്യന്റ്. ഇതൊക്കെ ഇറ്റ്സ് നോട്ട് സൂട്ടബിൾ ഫോർ ഓൾ മാറ്റേഴ്സ്. പിന്നെ എന്റെ അറിവില് ഇപ്പൊ ഞാൻ ആക്ച്വലി ഇഫ് ഐ വുഡ് ഹാവ് ഗോട്ട് വൺ മോർ ഡേ, ഇപ്പൊ നാളെ സാറായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, വി ഹാവ് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ്. ഇറ്റ് ഈസ് ആൻ ഇല്ലീഗൽ തിങ് വാട്ട് ഹി ഈസ് ഡൂയിങ്. ഇങ്ങനെ മാജിക് റെമഡീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബെയർ ആക്ടിന്റെ ബുക്ക് എന്റെ കയ്യിലുണ്ട്. ഇവര് ലംഘിച്ച നിയമം ഏതാണെന്ന് കൃത്യമായിട്ട് എനിക്ക് കാണിച്ചു തരാം. ദേ ആർ നോട്ട് സപ്പോസ് ടു പ്രൊമോട്ട് എനിത്തിങ് ദാറ്റ് ഇസ്. ഇപ്പൊ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട്സ് ആ വീഡിയോയുടെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എഴുതിയേക്കണ 7 ദിവസം കൊണ്ട് തൈറോയിഡ് ലെസ് ആക്കാം. തൈറോയിഡ് കുറയ്ക്കാന്ന് വെച്ചാൽ തൈറോയിഡ് ഇസ് എ ഗ്ലാൻഡ്. അതെന്താ അവര് ചെറുതാക്കാൻ പോകണം? അതിന്റെ ഒരു അർത്ഥം, ഹൗ ഇസ് ഇറ്റ് എ മിറക്കിൾ ദേ ആർ ഗോയിങ് ടു ഫോം ദർ. അപ്പൊ അറിയാത്ത ആൾക്കാർ ഇപ്പൊ ഇങ്ങനത്തെ, ഇമാജിൻ സം പേഷ്യന്റ് ഇസ് എ ക്യാൻസർ പേഷ്യന്റ്, ഇനീഷ്യൽ സ്റ്റേജിൽ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദ കറക്റ്റ് ട്രീറ്റ്മെന്റ് they are wasting their time, no? അവിടെ വെറുതെ വെച്ചിട്ട് they are allowing it to progress more and more. പിന്നീട് ഇവര് ഫൈനൽ സ്റ്റേജിലൊക്കെ ആവുമ്പോഴാണ് ശരിക്കുള്ള ഹോസ്പിറ്റലിൽ പോണത്. പിന്നെ ഈ വേദന സഹിക്കണത് ഇപ്പൊ ഞാൻ 2-3 ന്യൂസ്, മനോരമ, മാതൃഭൂമി ഒക്കെ, ഒരു ലേഡി ഉണ്ടായിരുന്നു, മലപ്പുറം ആണോ ഏതോ സ്ഥലം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഷി വാസ് എ ക്യാൻസർ പേഷ്യന്റ് ആൻഡ് ഷീ ടോൾഡ് ദിസ് ആക്യുപങ്ക്ചറിസ്റ്റ്. സോ ഈ the center he is promoting is acupuncture and naturopathy. അതിൽ ഈ വീഡിയോയില് ആ ലേഡി പറയുന്നുണ്ട്, ആക്യുപങ്ക്ചർ ചെയ്ത് ഷീ ടോൾഡ് എനിക്ക് വേദന താങ്ങാൻ പറ്റുന്നില്ല. സോ ആക്യുപങ്ക്ചർ ഇസ് ടെല്ലിങ് അത് സാരമില്ല, നിങ്ങൾക്ക് തോന്നുന്നതാണെന്ന്. അവർക്കൊരു മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഇപ്പൊ ഈ അഖിൽ എന്ന് പറയുന്ന ആള്, ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന ആള്, അവരുടെ സ്വന്തം കൊച്ചിനെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതാണ്, സ്വന്തം കൊച്ചിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാണെങ്കിൽ ഇവർ ഈ പറഞ്ഞ അക്യൂപങ്ക്ചറിസ്റ്റിന്റെ അടുത്തേക്ക് പോകുമോ? ഒരിക്കലുമില്ല. ഏതെങ്കിലും നല്ല പീഡിയാട്രിഷ്യനെ കാണിക്കും, ഏറ്റവും നല്ല ചികിത്സ തേടും. പക്ഷെ ഇവന്റെ ഈ വീഡിയോ കണ്ട് വിശ്വസിക്കുന്ന കുറെ പാവങ്ങൾ ഇതേപോലെ അക്യൂപങ്ക്ചറിസ്റ്റിനെ പോയി കണ്ട് പറ്റിക്കപ്പെടുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ അക്യൂപങ്ക്ചറിസ്റ്റ് ടീം കുറച്ച് ഡേഞ്ചറാണ്. ഇവർ ചികിത്സയിലൂടെ മതം കൂടി കൂട്ടിക്കലർത്തു. കുറച്ചു മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു, ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീ അക്യൂപങ്ക്ചറിസ്റ്റിന്റെ അടുത്തൊരു ചികിത്സ തേടി. കുറെ കാലം ചികിത്സിച്ചു, പക്ഷെ യാതൊരു മാറ്റവുമില്ല. വേദന കൂടി വരികയാണ്. അങ്ങനെ ഈ രോഗി എന്താക്കി, അക്യൂപങ്ക്ചർ ചെയ്യുന്ന ആളോട് കാര്യം പറഞ്ഞു, എനിക്ക് വേദന കൂടി വരികയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അന്നേരമുള്ള അക്യൂപങ്ക്ചറിസ്റ്റിന്റെ മറുപടി എന്താണെന്ന് അറിയോ? വേദന കൂടുന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ വെറും തോന്നലാണ്, നിങ്ങൾക്ക് അസുഖം മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് പോലും. പക്ഷെ അധിക ദിവസം കഴിഞ്ഞതിന് മുമ്പ് തന്നെ ആ സ്ത്രീ മരണത്തിന് കീഴടങ്ങി. അവരുടെ ക്യാൻസർ അവസാന സ്റ്റേജിൽ എത്തിയിരുന്നു. അതൊന്നും ഈ മരപ്പൊട്ടന്മാരായിട്ടുള്ള അക്യൂപങ്ക്ചറിസ്റ്റുകൾക്ക് അറിയില്ലല്ലോ. ഇയാൾ എന്ന് രോഗം മാറും, നാളെ രോഗം മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രോഗി ഇട്ട് വലിപ്പിച്ചു. അവസാനം അവരുടെ ജീവനും പോയി. അവരെ കൊന്നു എന്നും വേണമെങ്കിൽ പറയാം. ഇനി ഇത് കേട്ടിട്ട് മോഡേൺ മെഡിസിൻ ചികിത്സകൾ തേടിയിട്ടും ഇഷ്ടം പോലെ രോഗികൾ ക്യാൻസർ വന്ന് മരിക്കുന്നുണ്ടല്ലോ എന്നിപ്പോ ചില ആളുകൾ കമന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവർക്ക് കൊടുക്കാനുള്ള കൃത്യമായ മറുപടി എന്റെ കയ്യിലുണ്ട്. മോഡേൺ മെഡിസിൻ ക്യാൻസറിന് പലതരത്തിലുള്ള ചികിത്സാ രീതികൾ, റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി, സർജറി തുടങ്ങിയ ഓരോ ക്യാൻസറിനും ഓരോ രീതിയിൽ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്ന് മോഡേൺ മെഡിസിനിൽ ലഭ്യമാണ്. ഏർലി സ്റ്റേജിൽ തന്നെ ക്യാൻസർ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചികിത്സിക്കാൻ കഴിയും. എന്നാൽ ഈ അക്യൂപങ്ക്ചർ പോലുള്ള അശാസ്ത്രീയ ചികിത്സകളുടെ കാര്യം അങ്ങനെയാണോ? ഏത് അസുഖം വന്നാലും ഒരേപോലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവർ രോഗികൾക്ക് കൊടുക്കുന്നത്. വരുന്ന എല്ലാവരെയും കപ്പിംഗ് ചെയ്യുക, മസാജിങ് ചെയ്യുക, ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് പോയി ഏതെങ്കിലും മാരകമായിട്ടുള്ള രോഗം ഭേദപ്പെട്ടതായി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ചെറിയ ഊരവേദനയുടെയും കാലുവേദനയും കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതിപ്പോ അവരുടെ അടുത്ത് പോയില്ലെങ്കിലും കുറച്ചു കാലം റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. സിവിയർ കേസുകളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ സിവിയർ ഡിസ്ക് ബൾജൊക്കെ വന്നിട്ടുണ്ടാകുന്ന ഊരവേദനക്ക് അതിൻ്റെതായ ചികിത്സകൾ എടുക്കേണ്ടി വരും. ആക്ച്വലി ഡിസ്ക് തെന്നുന്നത് പോലെയുള്ള ഊരവേദനക്കൊന്നും മോഡേൺ മെഡിസിൻ ആയാൽ പോലും ശാശ്വതമായിട്ടുള്ള പരിഹാരമില്ല. സർജറി ചെയ്താൽ പോലും അതൊന്നും പൂർണ്ണമായി സുഖപ്പെടാറില്ല. ഒരു കൺകർഗേറ്റീവ് ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ഇതിനൊക്കെ സൂട്ടബിൾ ആണെന്ന് തോന്നുന്നു. അതായത് വേദന വരുമ്പോൾ ചികിത്സിക്കുക, തെറാപ്പി ചെയ്യുക, റെസ്റ്റ് എടുക്കുക, അങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മാരകമായിട്ടുള്ള ഇത്തരം രോഗങ്ങൾക്കൊന്നും ഈ പറഞ്ഞ നാച്ചുറോപ്പതിയിൽ മരുന്നില്ല. ഇവര് പിടിച്ചു നിൽക്കുന്നത് തന്നെ കാലുവേദനയും ഊരവേദനയും ഒക്കെ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടാണ്. ചിലപ്പോൾ ഈ ചെറിയ വേദനയുള്ള ആളുകൾ ഇവരുടെ അടുത്ത് പോയാൽ സുഖപ്പെടുമായിരിക്കും. കാരണം അവർക്ക് റെസ്റ്റ് എടുത്താൽ സുഖപ്പെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ സുഖപ്പെടുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള
ചികിത്സാ രീതികളെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. എനിക്ക് എന്റെ ഊരവേദന മാറി എന്ന് ഇവർ പറയുമ്പോൾ കുറെ കാലമായി ഊരവേദനയും കൊണ്ട് നടക്കുന്ന ഒരാളെ എന്നാ പിന്നെ പരീക്ഷിച്ച് കളയാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. സിവിയർ കേസുകളൊന്നും ഇവരെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. പിന്നെ ഈ അക്യൂപങ്ക്ചറിസ്റ്റുകളുടെ മറ്റൊരു സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ് പ്രസവം. വെറും പ്രസവമല്ല, വീട്ടിലെ പ്രസവം. ഇസ്ലാം മതവുമായി കൂട്ടിക്കലർത്തി അക്യൂപങ്ക്ചർ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവര് വീട്ടിൽ മാത്രമേ പ്രസവിക്കൂ. എത്ര അമ്മമാരും കുട്ടികളുമാണ് ഇങ്ങനെ വീട്ടിൽ പ്രസവിച്ച് മരണപ്പെട്ടിട്ടുള്ളത്. ഈ അടുത്ത് തന്നെ ഇങ്ങനെയുള്ള എത്ര വാർത്തകളാണ് പുറത്തു വന്നത്. അതുപോലെ തന്നെ ഈ അടുത്താണ് ഹിറ ഹരീറ എന്ന് പറയുന്ന അക്യൂപങ്ക്ചറിസ്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി സ്വന്തം കുഞ്ഞിന് മഞ്ഞപ്പിത്തം വന്നപ്പോ മര്യാദയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാതെ അക്യൂപങ്ക്ചറിൽ എന്തൊക്കെയോ ചികിത്സ നൽകി അവസാനം ആ കുഞ്ഞ് മരിച്ചുപോയ സംഭവം ഉണ്ടായത്. അങ്ങനെ എത്ര സംഭവങ്ങളാണ് നടക്കുന്നത്. അതിനിടയിലാണ് അഖിൽ വിദ്യാധരനെയും ഗ്രീഷ്മ ബോസിനെയും പോലുള്ള ഇൻഫ്ലുവൻസർമാർ ഈ ഡേഞ്ചർ ചികിത്സാ രീതികളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഡോക്ടർ മെഡിക്കൽ ഓയിലൊക്കെ റിസർച്ച് ചെയ്ത ആളാണ്. സോ അവർക്ക് ഇതേപോലുള്ള അശാസ്ത്രീയ ചികിത്സാ രീതികളെ പ്രൊമോട്ട് ചെയ്താലുള്ള നിയമ നടപടികളെ കുറിച്ച് നല്ല അവബോധമുണ്ട്. സോ അവർ ഇതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുള്ള പ്ലാനിലാണ്. അതുപോലെ അഖിലിന്റെ ഈ വീഡിയോക്കെതിരെ ഇവർ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അഖിൽ ഇവരുമായി ചെറിയ തർക്കത്തിലേക്ക് ഏർപ്പെടുകയുണ്ടായി. അതിനെ കുറിച്ചെല്ലാം ഡോക്ടർ തുടർന്ന് പറയുന്നുണ്ട്. അതും കൂടി കേട്ട ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവൻ ഒറ്റ ഒരു ദിവസം ഞങ്ങൾ കളിക്കാൻ പോകുന്ന സ്ഥലം ആൽവിൻസ് ബാഡ്മിന്റൺ അക്കാഡമിയാണ്. കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അകത്ത് തന്നെയാണ്. സാറ് വേണമെങ്കിൽ അവിടെ ഞാൻ 2-3 ആൾക്കാരുടെ നമ്പർ ഞാൻ തരാം. ഇവൻ ഒരു ഒറ്റ ദിവസം മുടക്കിയിട്ടില്ല, അവൻ അവിടെ പോയിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ സ്റ്റോറിയാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളെ കൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടിപ്പിച്ചതാണ്. സോ വി വർ തിങ്കിങ് വൈ ഹി മേഡ് ദിസ് വീഡിയോ. ഇഫ് ദാറ്റ് വാസ് ഡൺ മീൻസ് ഹി ഷുഡ് നോട്ട് ബി ഏബിൾ ടു പ്ലേ, നോ? യെസ്. പിന്നെ ഇവർ കൊച്ചു ഇപ്പൊ ജനിച്ച പിള്ളേര് ഹി വിൽ നോട്ട് ടേക്ക് ടു ദിസ്. അവര് നല്ല പഠിപ്പും വിവരമുള്ള പീഡിയാട്രീഷ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകുള്ളൂ. പക്ഷെ ബാക്കിയുള്ള സാധാരണ ആൾക്കാര് അവര് ദേ ആർ ഡയറക്ടിങ് ദം ടു ദീസ് കൈൻഡ് ഓഫ് ഡിസാസ്ട്രസ് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി. അതായത് എന്ത് കാണിച്ചിട്ട് പൈസ കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റ് ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹി ഡിഡ്, നോ, ഹി കോൺടാക്റ്റഡ് മീ ടുഡേ മോർണിംഗ് ആൻഡ് ഹി ഈസ് ടെല്ലിങ് മീ ദാറ്റ് എന്താ ഡയന സ്റ്റോറി നമ്മുടെ കയ്യിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ട് ഇട്ടല്ലോ ഇങ്ങനെയെന്നൊക്കെ. എന്ത് പറയാ, ഞാനിത് പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നോ ഇവൻ 5 പൈസ കിട്ടാതെ ഇവിടുന്ന് അങ്ങോട്ട് അനങ്ങാത്ത ഒരാളാണ്. വി നോ ഹിം ഇൻ അവർ ദാറ്റ് ഗ്രൂപ്പ് ആൻഡ് ബാഡ്മിന്റൺ ദിസ് തിങ് ആൻഡ് പ്രൊമോഷന് ചെയ്തതല്ല. ഞാൻ അവിടെ ചികിത്സയ്ക്ക് പോയി. സോ ഐ ഗോട്ട് ഓക്കെ ഇറ്റ് സീംസ്. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. ബിക്കോസ് ഉള്ള കാര്യം എവറിബഡി നോസ് ദാറ്റ് ഹി ഹാസ് ഒരു ദിവസം മുടക്കാതെ ബാഡ്മിന്റൺ കളിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു കഥ പോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ നല്ലതാണ്. പക്ഷെ ഈ സ്റ്റോറി ടെല്ലിങ്ങില് പബ്ലിക് സേഫ്റ്റി അഫക്ട് ചെയ്യുന്നത് ചെയ്യാൻ പാടില്ല കാശിന്. ഇപ്പൊ ഇതുപോലെ തന്നെ വേറൊരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു, ആഫ്രി എന്ന് പറഞ്ഞിട്ട്. സോ ഷീ പുട്ട് വൺ വീഡിയോ ലൈക്ക് ഇന്റിമേറ്റ് ഹൈജീൻ വാഷ്. നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന പോലെ അവിടെ എല്ലാ ദിവസവും അതും യൂസ് ചെയ്യണമെന്ന്. ഈ നാട്ടിൽ ഒരു ഗൈനക്കോളജിസ്റ്റ്, ഈ ലോകത്തൊരു ഗൈനക്കോളജിസ്റ്റ് ഒരിക്കലും ആ പ്രോഡക്റ്റ് റിക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് വി ആർ നോട്ട് അലൗഡ് ടു യൂസ് ഇറ്റ്. അത് ആ കുട്ടി തന്നെ സോറി പറയുന്നുണ്ട്. ഷീ ഈസ് ബീങ് എ ഡോക്ടർ, ഷീ ഈസ് ഡൂയിങ് ദീസ് തിങ്സ്, യുനോ. സോ അതിന്റെ അടിയിലുള്ള പോസ്റ്റ് എല്ലാം കമന്റ്സ് വായിച്ചാൽ മതി. പക്ഷെ അവർ ആ പോസ്റ്റ് ദേ വിൽ നോട്ട് ടേക്ക് ഡൗൺ ദാറ്റ് പോസ്റ്റ്. ബിക്കോസ് അവർക്ക് അതിൽ കാശ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കാശ് കിട്ടുന്ന പേരില് ഇങ്ങനെ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുക അല്ലെങ്കിൽ മിസ്ഗൈഡ് ചെയ്യുക. ഇപ്പൊ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു അമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ അഡ്രസ് ഒന്നും ഉണ്ടാവില്ല. സോ ഇറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് തിങ് ആക്ച്വലി. പിന്നെ കുറെ കൂടി ഡീറ്റെയിൽസ് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു, എന്നോട് കാണിക്കാതെ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടാൻ പാടുണ്ടോ? ഞാൻ അതും കൂടി ഷെയർ ചെയ്യാം സാറിന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഇത് എന്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആണ്. ആൻഡ് എനിക്കിപ്പോ നിന്നെ അറിയാം, ഐ നോ യു, but that does not mean that when you do something wrong I should support you. ഇത് not only you are doing something wrong in society, many people will be affected. ഇപ്പൊ ഒരു ഹാർട്ട് പേഷ്യന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ ഹീസ് ടെല്ലിങ് ഈ ഡോക്ടറാണ് എന്നെ ചികിത്സിച്ചതെന്ന്. ഇന്ത്യ ഡസ് നോട്ട് റെക്കഗ്നൈസ് ആക്യുപങ്ചർ ആൻഡ് നാച്ചുറോപ്പത്തി ആസ് ഡോക്ടർ, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അല്ല. പിന്നെ ഒന്ന് സാർ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് പറയിപ്പിച്ച് ഒന്ന് വിചാരിച്ചു, ഒരു റോഡിലൊരു ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ഈ നാട്ടുകാർ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കപ്പിങ്ങും സൂചി ഇട്ടിട്ട് ഇലക്ട്രിസിറ്റി, അതായത് ഈ റിയോസ്റ്റാറ്റ് വഴി കറണ്ട് പാസ്സാ ചെയ്യണ്ടേ? മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? ഇതൊന്നും അവര് ചിന്തിക്കുന്നില്ല. ഇറ്റ്സ് ആക്ച്വലി വെരി ഡേഞ്ചറസ്. ആൻഡ് വാട്ട് സ്റ്റോറി ഹീസ് മേഡ് അപ്പ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഓക്കെ ആയി, എന്നിട്ട് ഞാൻ ഇപ്പൊ കളിക്കാൻ വരുന്നുണ്ട്. ആക്ച്വലി നൗ ഹീസ് പ്ലാനിങ് നോട്ട് ടു കം ഫോർ സം ടൈം. ദിസ് ഈസ് ഓൾ ബ്ലഫിംഗ് ഓർ സ്പൂഫ്. ആൻഡ് അതിന്റെ അടിയിലുള്ള കമന്റ്സ് തന്നെ വായിച്ചാൽ അറിയാം, ഇങ്ങനൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ വേറൊരു ന്യൂസും കൂടി ഉണ്ടായിരുന്നു സാർ. അത് ഏതൊരു ഭാഗത്ത് തന്നെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ഞാൻ അഞ്ചാമത്തെ പ്രസവമായപ്പോ ഒരു ലേഡിയെ കൊണ്ട് ഇങ്ങനെ ആക്യുപങ്ചർ വഴി പ്രസവിപ്പിക്കാൻ. ഇത് എത്ര ന്യൂസ് ഉണ്ട് നോൺ സ്റ്റോപ്പ്. എത്ര പേര് മരിക്കണം
ഇങ്ങനെ മനുഷ്യന്മാർക്ക് ഒരു ബോധം വരാനായിട്ട്. പിന്നെ കുറെ നമ്മുടെ നാട്ടിൽ, ഞാൻ മുമ്പ് ഗൾഫിലായിരുന്നു, നാട്ടിൽ ഇവിടെ കുറെ ചെറിയ മനസ്സുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഇവൻ ഇതിൽ പറയണ, എൻ്റെ അടുത്ത് അയച്ച മെസ്സേജിൽ പറയാണ്, ഇയാള് ചിലവർക്ക് സൗജന്യമായിട്ട്, അതായത് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ചെറിയ വിലയിൽ ചെറിയ കാശിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാനിത് പ്രൊമോട്ട് ചെയ്തതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, വിഷം പോയിസൺ ആൾക്കാർക്ക് ഫ്രീ കൊടുത്താ എന്ന് വെച്ചിട്ടാ പോയി അത് കളക്റ്റാ ചെയ്യുക, അത് പോയി എടുക്കുക ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയാ, ഫ്രീ ചികിത്സയാണെന്ന് വെച്ചാൽ മനുഷ്യന്മാരെ ഗിനിപിക്സ് ആയിട്ട്, മീൻസ് എക്സ്പെരിമെന്റ്, ലബോറട്ടറിയിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന പോലെ മനുഷ്യന്മാരെ അങ്ങോട്ടേക്ക് അയക്കുക ചെയ്യുക. വൈ യു ആർ ഡയറക്ടിങ് പീപ്പിൾ ലൈക്ക് ദിസ് ഫോർ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്? നിങ്ങളുടെ സ്വന്തം കൊച്ചിനെ നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ല. ഇവന്റെ ഭാര്യ പ്രസവിച്ചതോ അല്ലെങ്കിൽ ഇവന്റെ വേറെ ഒരു മെഡിക്കൽ കണ്ടീഷന് അവിടെ ആയിരിക്കില്ല പോണത്. പിന്നെ എന്തിനാ ഇങ്ങനെ ബാക്കിയുള്ളവരെ മിസ്ലീഡ് ചെയ്യണത് അല്ലെ മിസ്ഗൈഡ് ചെയ്യണത്? പിന്നെ എന്നോട് പറയാ, പലവരും ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവർ ഇതിൽ കൂടി ഹൂ ഇസ് ദിസ് പലവരും. ഇവന്റെ ഇപ്പൊ ഒന്നും വേണ്ട, പോലീസുകാർ ഇവന്റെ കോൾ ഡീറ്റെയിൽ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ കല്ലൂർ സ്റ്റേഡിയമിൽ ഇവൻ കളിക്കാൻ പോയിട്ടുണ്ടാവും. അത് അവന് ഹൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എത്ര പേരുണ്ട് അവിടെ. ആ ബാഡ്മിന്റൺ കോർട്ടിന്റെ ഓണറിന്റെ നമ്പർ ഞാൻ തരാം, നമ്മുടെ ഗ്രൂപ്പിലുള്ള ബാക്കി കുറെ പേരുടെ നമ്പർ ഞാൻ തരാം. അഖിൽ സ്ഥിരമായിട്ട് അവിടെ കളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് പോസ്റ്റ് ചെയ്തപ്പോൾ എന്നെ മൂപ്പിക്കാൻ വരാം, ഭരിക്കാൻ വരാം. ഞാൻ പറഞ്ഞു, നീ ഐ ഡോണ്ട് കെയർ, ഐ എം മച്ച് ഓൾഡർ ടു യു. നീയല്ല, ഞാൻ അറിയുന്ന ആളാണെങ്കിലും അറിയാത്ത ആളാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഐ വിൽ പോസ്റ്റ്. ദെൻ ഈ സെല്ലിംഗ്, നീ MBBS ഡോക്ടർ ആയിക്കൊണ്ട്, ഐ എം നോട്ട് MBBS, ഐ എം BDS ഡെന്റിസ്റ്റ് ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ അപ്ഗ്രേഡഡ് മൈ സ്റ്റഡീസ് ഇൻ മെഡിക്കൽ ലോ ആൻഡ് റിസർച്ച്. അപ്പോൾ വാട്ട് യു ആർ ഡൂയിങ് ഇസ് ഇല്ലീഗൽ, ഇറ്റ്സ് നോട്ട് കറക്റ്റ്, ഡോണ്ട് ഡു ഇറ്റ്. അപ്പൊ അത്രേ പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ദിസ് ഇസ് ആക്ച്വലി വെരി ഡേഞ്ചറസ്. എനിക്കിപ്പോ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് ഇതൊക്കെ ഒന്ന് അറിയിക്കണം എന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കൂടുതലൊന്നും ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഡോക്ടർ തന്നെ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരും ഇതേപോലുള്ള അശാസ്ത്രീയ ചികിത്സാ രീതികളിൽ ചെന്ന് പെടാതിരിക്കുക. പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ അടുത്തൊന്നും ഒരിക്കലും പോകരുത്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഗുരുതരമായ അവസ്ഥയിലുള്ള ഒരാളെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഏതെങ്കിലും ആശുപത്രിയിലേക്കോ ആയിരിക്കും കൊണ്ടുപോകാറ്, അല്ലെ? എന്താണ് അതിന്റെ കാരണം? ആക്സിഡന്റ് ആയിട്ടുള്ള ഒരാളെ രക്ഷിക്കണമെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. അതിനുള്ള ചികിത്സ അവിടെ മാത്രമേ ഉള്ളൂ. അല്ലാതെ അയാൾ അക്യൂപങ്ക്ചറിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലല്ലോ. അത്ര ആലോചിച്ചാൽ മതി. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും സാമൂഹിക പ്രതിബദ്ധത കാണിക്കണമെന്ന് ഈ പറഞ്ഞ സോക്കോൾഡ് ഇൻഫ്ലുവൻസർമാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ടോപ്പിക്കുമായി വീണ്ടും കാണാം.